കുക്കറിൻ്റെ അടപ്പൊക്കെ ലൂസായിരുന്നാൽ എങ്ങനെ അത് ശരിയാക്കി എടുക്കാം, അതേപോലെ കുക്കറിൻ്റെ പിടി. അപ്പോൾ അത് ഇതേപോലെ ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ട് നമ്മളതിൻ്റെ ആണി ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ടൊന്ന് ചുറ്റി കൊടുത്ത് ഇതേപോലെ ഒന്ന് മുറുക്കിയിടാം. അപ്പോൾ നമ്മളത് എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതുപോലെ പിടി എപ്പോഴും ലൂസാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് മുറുക്കി കൊടുത്താൽ പിന്നെ കുറേ നാളത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഭാഗത്തോട്ട് നമുക്ക് ആഹാര സാധനങ്ങളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നീളത്തിൽ മുട്ടുസൂചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനകത്തുള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ പോയിക്കോളും. അതല്ല വിസിൽ വരാതെ കുക്കർ അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പോയി കിട്ടുകയും ചെയ്യും. കുക്കറിൻ്റെ വാഷർ ലൂസാണെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്ത് ആഹാരം പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ മുമ്പായിട്ട് ഫ്രീസറിനകത്ത് വെച്ചെന്നെടുത്താൽ മതി. അരമണിക്കൂറെങ്കിലും അതിനകത്ത് വെക്കുമ്പോഴത്തേന് നല്ല ബലത്തിരിക്കും. ഒരു പക്ഷേ എൻ്റെ കുക്കർ അത്ര ലൂസ് അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഭാഗത്താണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതകത്തോട്ടങ്ങ് കയറ്റിയിട്ട് കൊടുത്താൽ മതി വലിച്ചിട്ട്. അപ്പോൾ ഇതേപോലെ 4 വശത്തോ 2 വശത്തോ വാഷറിൻ്റെ ലൂസ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇരിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത കുക്കറിൻ്റെ മൂടിയാണ്. അതിൻ്റെ കട്ട ഇതേപോലെ ഊരിയെടുക്കുക, വെയിറ്റ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അത് ഇതേപോലെ ഇളക്കിയെടുത്തതിന് ശേഷം പൊടി അഴുക്കൊക്കെ അതിനകത്ത് കയറിയിരിക്കുന്നെങ്കിൽ നമുക്കൊന്ന് വൃത്തിയാക്കി ഇതേപോലെ വെക്കണം. അല്ലെങ്കിൽ ഇതേപോലെ വിസിൽ വരാനൊക്കെ ബുദ്ധിമുട്ടും അതുപോലെ കുക്കറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അതിനകത്തുള്ള ആ കറുപ്പൊക്കെ പോകുന്നതിന് ഇതേപോലെ ആദ്യം ഇതുപോലെ സൂചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ആ ഹോളിലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുത്തി കൊടുത്താൽ മതി, മുപ്പിക്കോളും. അപ്പോൾ അതിനുശേഷം അതിൻ്റെ കറുത്തിരിക്കുന്ന ആ അഴുക്കൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷിനകത്ത് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നനച്ച് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തന്നെ ഒരു 10-15 വർഷം ചെന്ന കുക്കറാണ്. ഇപ്പോഴും അതിൻ്റെ കളർ പോലും മങ്ങിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് കഴുകിയതിന് ശേഷം നമ്മളതിൻ്റെ വീട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ ഹോളൊക്കെ കാണുന്നുണ്ടോ? അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടയിലൊന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കട്ട അതിൻ്റെ ആ വെയിറ്റ് ഇടുന്നത് തന്നെ ഇതേപോലെയാണ്. ആ കൂർത്ത ഭാഗം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ട പതുക്കെ അങ്ങ് എടുത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലത്തെ അതിട്ട് കൊടുത്തിട്ട് ഞെട്ട് വെച്ചൊന്ന് മുറുക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ബലത്ത് അതിനകത്തോട്ട് കയറും. അതിന് ശേഷം ഞെട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമുക്ക് ഈ വാഷറും ലൂസാകുകയാണെങ്കിൽ ഇതേപോലെ വാഷറൊന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒരു റബ്ബർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷർ ഇട്ട് കൊടുക്കാം. വാഷറും ഫ്രീസറിനകത്ത് വെച്ചെടുക്കാവുന്നതാണ്. എന്നാലും ഇങ്ങനെയും കൂടെ ചെയ്താൽ നല്ല ബലത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് കുക്കറിന് വിസിൽ വരുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് നോക്കണം. ആ ഹോളിനകത്തൂടെ വെള്ളം വരികയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. അപ്പം കട്ട വെയിറ്റ് ഊരിയിട്ട് വെള്ളം ഒഴിച്ച് നോക്കുക.